ഹലോ മക്കളെ, അപ്പോൾ SSLC പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓരോ സബ്ജക്റ്റിലും ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞിട്ടില്ലോ. ഈ ചാപ്റ്റേഴ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ പഠിക്കുന്ന കംപ്ലീറ്റ് സ്റ്റുഡൻസിനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തു എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ വളരെ പ്രൗഡായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ SSLC ലക്ഷ്യ ബാച്ചിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഫുൾ കോൺഫിഡൻസോട് വേണം നിങ്ങൾ ഓണപരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിന്റെ റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ പ്രീവിയസ് ഇയർ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, പബ്ലിക് എക്സാമിന്റെ ചോദ്യത്തിന്റെ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലെ ലെറ്റസ് സെക്ഷനിലെ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. വീഡിയോ സൊല്യൂഷൻ PDF അല്ലാതെ പറയുന്ന PDF എക്സ്ട്രാ ഉണ്ട്. അതും കൂടാതെ SCRT പുറത്തുവിട്ട 3 ഒഫീഷ്യൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിന്റെ 3 സെറ്റിന്റെയും ഓരോ ചാപ്റ്ററിനെയും ചാപ്റ്റർ വൈസ് ആയിട്ട് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക് വൈസ് ക്ലാസ് കൂടാതെ ഉള്ളത്. ഇതും കൂടാതെ എക്സാമിനറിന്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റും ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കേണ്ട സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ ഓണപരീക്ഷയിൽ തന്നെ A+ ഉറപ്പാക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് ഓൾമോസ്റ്റ് SLC പഠിക്കുന്ന, ലക്ഷ്യ ബാച്ചിൽ പഠിക്കുന്ന എല്ലാവരും ഇത് തീർത്തിട്ടുണ്ടാവും. ആകെ എക്സെപ്ഷൻ വരാൻ പോകുന്നത് നിങ്ങൾ ലക്ഷ്യ ബാച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നീടൊക്കെയാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ ഓബ്വിയസ്ലി ഇത് തീർത്തിട്ടുണ്ടാവില്ല. പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ദിവസം അല്ലെ 2 ആഴ്ച എടുത്തിട്ടായിരിക്കും നിങ്ങൾ തീർക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഈ ചാപ്റ്റേഴ്സ് നമ്മുടെ ആപ്പിലുള്ള പോലെ ടോപ്പിക് വൈസ് ക്ലാസ്സും എക്സ്ട്രാ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും പിന്നെ ഞാൻ ഈ പറഞ്ഞ PYQ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഓണപരീക്ഷയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? A+ അടിക്കുക. A+ അടിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സ്ട്രെസ് ആക്കി എടുക്കണ്ട. പക്ഷെ നന്നായി പഠിക്കുക, നല്ല പ്രിപ്പയർഡ് ആയിട്ട്. എങ്ങനെയാണ് ഒരു പബ്ലിക് എക്സാം നിങ്ങൾ എഴുതുക, ആ ലെവലിൽ വേണം, ആ ഒരു പ്രിപ്പയർനെസ്സിൽ വേണം നിങ്ങൾ ഓണപരീക്ഷ എഴുതാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചത്. ഇതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നേരത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ്, ഇതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ റെഗുലർ ആയിട്ടുള്ള ലൈവ് ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഒരു ചാപ്റ്ററൊക്കെ ചിലപ്പം എടുക്കും. അതും കൂടി നിങ്ങൾ പഠിച്ചു പോകുക. അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ പബ്ലിക് എക്സാമിനൊക്കെ റിവൈസ് ചെയ്യാൻ നല്ല സമയം കിട്ടും. ഓൾസോ ഇതുവരെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് മക്കളെ, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ. ഇതൊരു നല്ല സമയം കൂടിയാണ്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഓണം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10% ആണ് നമ്മുടെ എല്ലാ ബാച്ചിലും, ബേസിക് ബാച്ചിലും അതുപോലെ പ്ലസ് ബാച്ചിലും ഫീസ് റിഡക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഫീസ് റിഡക്ഷൻ കൂടി കഴിഞ്ഞിട്ട് 4499 ഉള്ളൂ. കംപ്ലീറ്റ് ഒരു ഇയറിലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സിനും ബുക്ക് സെറ്റിനും കംപ്ലീറ്റ് എക്സാമിനറിന്റെ PDF അല്ല, ആക്ച്വൽ ബുക്കും ഫുൾ ബുക്ക് സെറ്റ് കിട്ടുകയും ചെയ്യും, ഗൈഡ് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് എന്താണ്, ഒരു 3000+ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്കും കിട്ടും. അതൊക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ആവശ്യമുണ്ടാവും. പബ്ലിക് എക്സാം ടൈം ആകുമ്പോഴത്തേക്കാണ് അപ്പം സാറെ വാങ്ങിച്ചാൽ പോരെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴേ അത് പഠിച്ചു തുടങ്ങിയാലേ ആ പബ്ലിക് എക്സാമിന് സമയം ആകുമ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യാനും അത് വീണ്ടും ഒന്നുകൂടി നോക്കാനും അതൊക്കെ മനസ്സിലാവാനും പറ്റുള്ളൂ. അല്ലാണ്ട് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പഠനം തുടങ്ങിക്കൊണ്ടെന്നും ഈ വർഷം A+ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല. ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്ത് പഠിക്കാത്തവരാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ പ്ലാൻ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ച് ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പ്രിപ്പയർഡ് ആവുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ ഒന്നും ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരാണ് വേഗം തന്നെ എടുത്തോളൂ, അടിപൊളിയായിട്ട് പഠിച്ചോളൂ. മാത്രമല്ല ബാച്ചിൽ ഓൾറെഡി പഠിച്ചവർ, ഇതൊക്കെ കഴിഞ്ഞവർക്ക് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പ്ലാൻ തരുന്നതായിരിക്കും. അതിന് വേണ്ടി ലൈവ് നമ്മൾ വെക്കുന്നുണ്ട്. ആ ലൈവിൽ പറഞ്ഞു തരും എന്തൊക്കെ നമ്മുടെ ആപ്പിൽ ഉപയോഗിച്ച് ചെയ്യണം, അതല്ലാതെ നിങ്ങൾ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. എക്സാമിനറിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ പഠിക്കാൻ റെഡിയായ ഒരു കുട്ടി പോലും മക്കളെ നിങ്ങൾ പരീക്ഷയിൽ പുറകിലായി പോരാ. നമ്മൾ A+ വാങ്ങിച്ചെടുത്തിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിച്ച് ജോയിൻ ചെയ്യാം.